ആദ്യം തന്നെ എല്ലാവരോടും ഒരു സോറി. കാരണം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ വീഡിയോസ് തന്നെ അപ്ലോഡ് ചെയ്യാറില്ല. ഓൾറെഡി 2-3 കോമിക്സ് ആണെങ്കിൽ പെൻഡിങ്ങിൽ കിടക്കുവാണ്. നമ്മുടെ ചാനൽ ഓൾറെഡി ആദ്യം തൊട്ടേ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ഇപ്പം എന്തുകൊണ്ടാണ് ഇത്ര ഡിലേ എന്ന്, എന്തുകൊണ്ടാണ് വീഡിയോസ് ഇടാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എൻ്റെ സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. പക്ഷേ ഇനി അതുണ്ടാവില്ല. കാരണം അതെല്ലാം സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇനി അങ്ങോട്ട് നമ്മൾ പഴയതുപോലെ എങ്ങനെയായിരുന്നോ അതേപോലെ ഡെയിലി വീഡിയോസ് വരുന്നതായിരിക്കും. അതായത് 2 ഷോർട്സ്, ഒരു ലോങ് വീഡിയോ. പിന്നെ ഇപ്പോൾ ഓൾറെഡി പെൻഡിങ്ങിലുള്ള നമ്മുടെ ഗോഡ്സില്ല വേഴ്സസ് കോങ്, അതെന്തായാലും ഓരോരോ ഇഷ്യൂസായിട്ട് റിലീസ് ആവുന്നുള്ളൂ. അത് ആവുമ്പോൾ നമ്മൾ ചെയ്യും. പിന്നെ DC വേഴ്സസ് വാമ്പയേഴ്സ് അടുത്തൊരു വീഡിയോയോട് കൂടി തന്നെ ഞാൻ മൊത്തം കൺക്ലൂഡ് ചെയ്യും. പിന്നെ സ്പൈഡർ വേഴ്സും കുറച്ച് 2-3 ഇഷ്യൂസിൽ തന്നെ അതും തീരും. സോ ഇത്രയും കാലം ലാഗ് അടിപ്പിച്ച പോലെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെയും പറയാണ് സോറി. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർവലിൻ്റെ വാട്ട് ഇഫ് സീസൺ 2 ഇറങ്ങിയിരിക്കുകയാണ്. സോ അതിൻ്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എപ്പിസോഡാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം ഞാൻ ഫസ്റ്റ് എപ്പിസോഡ് ഒരു വീഡിയോ ആയിട്ട്, സെക്കൻഡ് എപ്പിസോഡ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാനാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനെ ചെയ്ത ഒരു പഞ്ച് ഉണ്ടാവില്ല. അതുകൊണ്ട് ഫസ്റ്റ് എപ്പിസോഡ് ഫുള്ളായിട്ട് ഞാൻ ചെയ്യും. സെക്കൻഡ് എപ്പിസോഡ് എവിടെ നിർത്തണമെന്ന് എനിക്കറിയാം, അവിടം വരെ ഞാൻ ചെയ്യും. അതിനുശേഷം ബാക്കി കണ്ടിന്യൂഷൻ ആയിട്ട് അടുത്ത വീഡിയോസിൽ ചെയ്യും. അതായത് ഓരോരോ പാർട്ടാക്കി ചെയ്യാം. അപ്പോൾ ഇനി കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കാതെ നമുക്ക് കഥയിലേക്ക് പോവാം. ഈ സ്റ്റോറി നടക്കുന്ന യൂണിവേഴ്സിൽ റോണിൻ താനോസിനെ ചതിച്ച് കൊന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ എല്ലാ യൂണിവേഴ്സിലും ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ മെയിൻ യൂണിവേഴ്സിൽ മാത്രമേ അയൺമാനും താനോസും കുറച്ച് മാസമായിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ സ്റ്റോറീസിലും അയൺമാനും താനോസിനും തട്ടിക്കളയും, അല്ലെങ്കിൽ വേസ്റ്റാക്കി കളയും. അങ്ങനെ അതിലാവട്ടെ, അങ്ങനെ ഇതിൽ താനോസിനെ കൊന്നതിന് ശേഷം നെബുലേനെ ഏതാണ്ട് കൊന്നിട്ടുണ്ടാവും. പക്ഷേ നെബുല മരിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ നെബുല പാറിപ്പറന്ന് സ്പേസിൽ കിടക്കുമ്പോഴാണ് നോവ പ്രൈം അവളുടെ മനസ്സ് കണ്ട് അവളെ നന്നാവാൻ വേണ്ടിയിട്ട് നോവ കോപ്പിലേക്ക് ചേരുന്നത്. അങ്ങനെ നെബുല നോവ കോപ്സിൽ ചേരും. അങ്ങനെ ജാൻഡർ ഗ്രഹത്തിന് വേണ്ടിയിട്ട് നോവ കോപ്സിൽ ഒരാളായിട്ട് നെബുല വർക്ക് ചെയ്യാൻ തുടങ്ങും. അതിനുശേഷമാണ് താനോസിനൊന്നും കൊന്നതും പോരായിട്ട് ജാൻഡാറിനെ മൊത്തം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് റോണിൻ അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ റോണിനും ആ ഷിപ്പിനും ഈ ജാൻഡർ ഗ്രഹത്തിനെ എതിർക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നോവ പ്രൈം ഒരു വലിയ ഷീൽഡ്, അതായത് വക്കാണ്ടേനെ കവർ ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു വലിയ ഫോഴ്സ് ഷീൽഡ് ഉള്ളത്, അതുപോലെ ഈ മൊത്തം ഗ്രഹത്തിന് ഒരു ഷീൽഡിൻ്റെ ഉള്ളിലാക്കി അടയ്ക്കുകയാണ്. അങ്ങനെ റോണിന് ഉള്ളിൽ കയറാൻ പറ്റാതെയാണ്. അപ്പോഴാണ് യാണ്ടു തട്ടിപ്പോയി എന്നുള്ള വിവരം നെബ്യുലയ്ക്ക് കിട്ടുന്നത്. അങ്ങനെ നെബ്യുല അവിടേക്ക് പോയിട്ട് അതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാണ്. അങ്ങനെ അവിടുന്ന് നമ്മുടെ നെബ്യുലയ്ക്ക് ഒരു കാര്യം മനസ്സിലാവാണ്. അതായത് യാണ്ടു മരിക്കുന്നതിന് മുമ്പ് എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും അതൊക്കെ ഒരു ചിപ്പിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നും. അങ്ങനെ പുള്ളിക്കാരത്തി അത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരുങ്ങാണ്. അങ്ങനെ അതെന്താണെന്നൊക്കെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹോവർഡ് ദ ഡക്കിനെ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് കാറിൽ നോവ പ്രൈം കോൾ ചെയ്യും. അപ്പോഴാണ് നോവ പ്രൈം പറയുന്നത്, അതായത് യാണ്ടു എന്തൊക്കെയോ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, മാത്രമല്ല നാളെ രാവിലത്തേക്ക് ഈ സാൻഡർ ഉണ്ടാവുമെന്ന് തന്നെ അറിയില്ല, കാരണം ഈ ഫോഴ്സ് ഫീൽഡ് തകരും, അങ്ങനെ എന്തൊക്കെയോ അമ്മച്ചി കുറേ ഡയലോഗ് അടിക്കുന്നുണ്ട്. അങ്ങനെ എങ്ങനെയെങ്കിലും അതൊക്കെ കണ്ടുപിടിക്കണം എന്നൊക്കെ ഇവളോട് പറയാണ് അമ്മച്ചി. അങ്ങനെ ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഹോവർഡ് ദ ഡക്കിൻ്റെ അടുത്ത് പോയപ്പോൾ അവിടെ ഓഫ് കോഴ്സ് നമ്മുടെ ഗ്രൂട്ട്, മീക്ക്, കോർഗ് എല്ലാവരും ഉണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആ ഇൻഫർമേഷനെ കുറിച്ചൊന്നും ഹോവർഡ് ദ ഡക്കിന് അറിയില്ല. പക്ഷെ എന്നാലും പുള്ളി ഇതൊരു മാപ്പാണ്, അവിടെ എന്തൊക്കെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ട് പുള്ളി. മാത്രമല്ല അവിടെ എന്തൊക്കെ പവർഫുൾ സാധനങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണ് നെബ്യുലയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്, അവിടെ എന്തോ പവർഫുൾ ആയിട്ടുള്ള സാധനം ഉണ്ട്. ഈ ജാൻഡാറിൻ്റെ ഷീൽഡ് ആര് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്ന് മനസ്സിലാവുകയാണ്. അങ്ങനെ ഇത് യാണ്ടു മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് യാണ്ടുവിനെ കൊന്നതെന്നും മനസ്സിലായി. അങ്ങനെ ഈ ഷീൽഡ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാനും ആ ഷീൽഡിൻ്റെ സോഴ്സ് കോഡ് കണ്ടുപിടിച്ചിട്ട് ഇതൊക്കെ തടയാൻ വേണ്ടിയിട്ടും പുള്ളിക്കാരത്തി പോവാണ്. പക്ഷെ അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ ഇതിന് മുമ്പ് ഇതേപോലെ ഒരു സെക്യൂരിറ്റി ബ്രീച്ച് കടന്നിട്ടുള്ള ഒരാളുടെ ഹെൽപ്പോട് കൂടിയേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ജയിലിൽ പോയിട്ട് നമ്മൾ ക്യാപ്റ്റൻ മാർവലിൽ കണ്ട ആ ചേട്ടനെ മോചിപ്പിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോവാണ്. അങ്ങനെ അവിടുന്ന് ആ ഷീൽഡിൻ്റെ കോറിൻ്റെ സോഴ്സ് കോഡ് കണ്ടെത്തുകയാണ്. അങ്ങനെ അഫ്കോഴ്സ് നെബ്യുല ഒരു സൈബോഗാണ്. അങ്ങനെ ആ സോഴ്സ് കോഡുമായിട്ട് കണക്ട് ചെയ്തിട്ട് ആ ഇൻഫർമേഷൻ എന്താണെന്നൊക്കെ ഗ്യാദർ ചെയ്യുമ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാവാണ്, അതായത് തൻ്റെ കൂടെ വന്നവൻ ചതിക്കുകയാണെന്ന്. ആ പന്നി അപ്പം തന്നെ ഒരു പെൻഡ്രൈവ് എടുത്തിട്ട് നെബുലയുടെ തലയിൽ കുത്തിയിട്ട് ആ ഇൻഫർമേഷൻ മൊത്തം പുള്ളിയുടെ കയ്യിലേക്കാണ്. എന്നിട്ട് അവളെ അവിടുന്ന് തച്ച് എടുത്ത് വലിച്ചെറിയാണ്. പക്ഷേ നെബുല എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് പുറത്തു വരാൻ വേണ്ടി ശ്രമിക്കും. അപ്പോഴാണ് ഇവനെ സഹായിച്ച ഒറിജിനൽ വില്ലൻ അങ്ങോട്ട് വരുന്നത്. വേറെ ആരുമല്ല, ആ നോവ പ്രൈം തന്നെയാണ്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ നോവ പ്രൈം തന്നെയാണ് ഈ ജാൻഡറിൻ്റെ ഷീൽഡ് എടുത്തു കളയാൻ വേണ്ടി ശ്രമിക്കുന്നതെന്ന്. കാരണം ഈ അമ്മച്ചിക്കറിയാം എന്നായാലും ഒരു ദിവസം റോണിനകത്ത് വരും ജാൻഡർ നശിപ്പിക്കുമെന്ന്. എന്നാൽ പിന്നെ അത് ഇപ്പോഴേ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ റോണിൻ്റെ കൂടെ ചേർന്നിട്ട് ജീവനെങ്കിലും രക്ഷിക്കാമല്ലോ, അതിന് വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ വെച്ചിട്ട് നെബ്യുലേനെ കൊന്നിട്ട് അവിടുന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നോവ പ്രൈം പോവാണ്. അങ്ങനെ അവിടെയുള്ള എല്ലാവരും ചേർന്ന് നെബ്യുലേനെ അടിച്ച് കൊല്ലാൻ നോക്കും. പക്ഷേ എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് അടിക്കൊണ്ട് ഒരു വെള്ളച്ചാട്ടത്തിൽ ചാടി രക്ഷപ്പെടും നമ്മുടെ നെബ്യുല. അങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ടിട്ട് നേരെ നെബ്യുല പോകുന്നത് ഹോവർഡ് ദ ഡക്കിൻ്റെയും കോർഗൊക്കെ ഉള്ള ആ സ്ഥലത്തേക്കാണ്. അങ്ങനെ ഈ ഇൻഫർമേഷനൊക്കെ പറഞ്ഞിട്ട് അഫ്കോഴ്സ് ഹെൽപ്പ് വേണമെന്ന് പറയാണ്. അങ്ങനെ വീണ്ടും പുള്ളിക്കാരത്തിൻ്റെ സൈബർനെറ്റിക് പാർട്സൊക്കെ മാറ്റി ഹീൽ ചെയ്തിട്ട് അവിടുന്ന് ഗൺസൊക്കെ എടുത്തിട്ട് പുള്ളിക്കാരത്തിൻ്റെ ടീമുമായിട്ട് അവിടുന്ന് പോവാണ്. അങ്ങനെ അമ്മച്ചി ഇപ്പോൾ ഈ ആണ്ടുവിൻ്റെ മറ്റേ ആ തലയിലിടുന്ന വിസിലൊക്കെ അടിക്കുന്ന ആ അമ്പൊക്കെ എടുത്തിട്ടാണ് പോണത്. അങ്ങനെ അവിടുന്ന്
അവിടെ ചെന്നപ്പോഴോ നോവ പ്രൈം ഇപ്പം ആ ഷീൽഡ് തുറക്കാൻ വേണ്ടി തുടങ്ങാണ്. അങ്ങനെ ആ ഷീൽഡ് കുറച്ച് തുറന്നതും വീണ്ടും നമ്മുടെ നെബ്യുള അവളുടെ മൈൻഡ് കൺട്രോൾ ചെയ്തിട്ട് അത് വീണ്ടും അടയ്ക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പം തന്നെ ഇത് കണ്ടത് നോവ പ്രൈമിന് ഒരു തേങ്ങയും മനസ്സിലാവില്ല. അപ്പോഴാണ് അവിടെ ഒരു ട്വിസ്റ്റ്. അതായത് ആ ഒരു ഇൻഫർമേഷൻ തലയിൽ കയറ്റുമ്പോൾ തന്നെ നെബ്യുള അവൾക്ക് ആവശ്യമുള്ളതുപോലെ അത് റീപ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ അമ്മച്ചിക്ക് എന്തോ ഒരു പങ്ക് കിട്ടുന്ന നെബുലയ്ക്ക് ആദ്യമേ ഒരു സ്പാർക്ക് കത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നോവ പ്രൈം ആ ഷീൽഡ് ഒരു ഇച്ചിരി തുറന്നതും ആ ഗ്യാപ്പ് യൂസ് ചെയ്തിട്ട് റോണൻ്റെ ഷിപ്പ് ഉള്ളിലേക്ക് കയറാൻ തുടങ്ങാണ്. അങ്ങനെ അപ്പം തന്നെ നെബ്യുള അത് അടച്ചതുകൊണ്ട് തന്നെ ആ ഷീൽഡിൻ്റെ ഉള്ളിൽപ്പെട്ട് ആ ഷിപ്പും റോണിനും പീസ് പീസായി പോവാണ്. അങ്ങനെ ആ ഷിപ്പിൻ്റെ അകത്തും റോണിനും എല്ലാവരും കൊല്ലുകയും ചെയ്തു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സാൻഡാറിൻ്റെ ആ ഷീൽഡ് മുഴുവനായിട്ട് ഓപ്പൺ ചെയ്യാണ്. അങ്ങനെ നോവ പ്രൈമിനും എല്ലാ വില്ലന്മാരെയും എല്ലാവരും തട്ടിക്കളഞ്ഞിട്ട് ആ ഒരു ഗ്രഹത്തിനെ തന്നെ നെബ്യുലാസ് രക്ഷിക്കും. അങ്ങനെ അവിടെ ഈ എപ്പിസോഡ് 1 തീരാണ്. ഇനി നമുക്ക് എപ്പിസോഡ് 2ലേക്ക് പോവാം. അങ്ങനെ ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് US എയർഫോഴ്സിൻ്റെ ജെറ്റ്സ് എല്ലാം കൂടി എന്തോ ഒരു സാധനത്തിനെ വെടിവെച്ചിടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരെന്തിനാണ് ഈ ഷൂട്ട് ചെയ്യുന്നതെന്ന് അവർക്ക് പോലും അറിയില്ല. അങ്ങനെ ആ സാമാനം വന്ന് നേരെ ന്യൂയോർക്കിൽ വന്ന് വീഴാണ്. ഇപ്പോൾ അത് വന്ന് വീണിരിക്കുന്ന ടൈം 1988 ആണ്. അങ്ങനെ ആ വന്ന് വീണ ആ സാധനത്തിനുള്ളിൽ നിന്ന് ഒരാൾ പുറത്തു വരികയാണ്. വേറെ ആരുമല്ല, നമ്മുടെ യങ് പീറ്റർ ക്വില്ലാണ്. അപ്പം തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വോയിസ് ആണ്, എന്താണ് മച്ചാനെ മനസ്സിലായില്ലേ, അത് വേറെ ആരുമല്ല പീറ്റർ ക്വില്ലാരെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വാച്ചർ പറയാണ്. അതായത് ശരിക്കുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യങ് പീറ്റർ ക്വില്ലിനെ യാണ്ടു പീറ്റർ ക്വില്ലിനെ കടത്തിക്കൊണ്ടുപോയിട്ട് പുള്ളിക്കാരൻ്റെ അച്ഛൻ ഈഗോയുടെ കയ്യിൽ ഏൽപ്പിക്കാതെ മനസ്സ് മാറിയിട്ട് അവനെ പുള്ളി എന്നെ വളർത്തുന്ന പോലെ ആയിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. പക്ഷെ ഈ യൂണിവേഴ്സിൽ യാണ്ടു മനസ്സ് മാറാതെ ഈഗോയുടെ കയ്യിൽ തന്നെ ഈ ചെറുക്കനെ കൊണ്ട് ഏൽപ്പിച്ചു. അങ്ങനെ അവിടെ എത്തി ആ യങ് പീറ്റർ ക്വില്ലിന് അവൻ്റെ അച്ഛൻ ഈഗോ ഓഫ്കോഴ്സ് ഓൾമോസ്റ്റ് ഒരു മൈൻഡ് കൺട്രോൾ ചെയ്യാണ്. ഇനി ഇപ്പം മൈൻഡ് കൺട്രോളായിട്ട് പീറ്റർ ക്വില്ലിനെ ഭൂമിയിലേക്ക് അയച്ചിട്ട് ഭൂമിയിലുള്ള ഈഗോയുടെ ആ സീൽഡിങ്ങിനെ ട്രിഗർ ചെയ്തിട്ട് ഭൂമിനെ ടേക്ക് കൺട്രോൾ ചെയ്യുന്നതാണ് പുള്ളിയുടെ പണി. ആ ഒരു കാരണത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പീറ്റർ ക്വില്ലിനെ തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ അയച്ചത്. ഇതേപോലെ ഒരു ഓഫർ തന്നെ ആയിരിക്കും ഗാർഡിയൻസ് 2 നമ്മുടെ പീറ്റർ ക്വില്ലിന് ഈഗോ കൊടുത്തിട്ടുണ്ടാവുക. ഓഫ്കോഴ്സ് അപ്പോഴായിരിക്കും പുള്ളിക്കാരത്തിൻ്റെ അമ്മേനെ കൊന്നത് ഇവനാണെന്ന് ഇറക്കാനായിട്ട് പുള്ളി എതിരാവുന്നത്. പക്ഷേ ഇവിടെ ഇതുവരെ പയ്യന് അവൻ്റെ അമ്മേനെ കൊന്നത് അച്ഛനാണെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ അച്ഛൻ പറഞ്ഞത് കേട്ടിട്ട് ഇവിടെയുള്ള എല്ലായിടത്തിനും അടിച്ച് ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ് ചെറുകെ. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അതായത് മൊത്തം അടിച്ച് തകർത്തുകൊണ്ടിരിക്കുന്നത് പ്രോജക്റ്റ് പെഗസസിൽ നിന്ന് നമ്മുടെ ഹോവർഡ് സ്റ്റാർക്ക് ആൻഡ് പെഗ്ഗി കാർട്ടർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഹോവർഡ് സ്റ്റാർക്കും പെഗ്ഗി കാർട്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടോണി സ്റ്റാർക്ക് ചെറുതാണ്. ഇത് 1988 കഥ നടക്കുന്നത്. ഇനി പ്രോജക്റ്റ് പെഗസസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടെസറാക്ട് വെച്ചിട്ട് ലൈറ്റ് സ്പീഡ് എഞ്ചിൻ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ഗ്രൂപ്പില്ലേ അത്. അങ്ങനെ അവിടുന്ന് ഈ പീറ്റർ ക്വിൽ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് അവർ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവൻ്റെ ശരീരത്തിൽ നിന്ന് ഒരുപാട് കോസ്മിക് റേഡിയേഷൻ ആൻഡ് എനർജി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ നാട്ടിൽ ഒരു പുൽനാമ്പ് പോലും ഇനി മുളയ്ക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ എതിർക്കാൻ വേണ്ടിയിട്ട് ഒരു ടീം വേണമെന്ന് അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പെഗ്ഗി വേറെ ഇടത്തു നിന്ന് ഇവനെ എതിർക്കാൻ വേണ്ടിയിട്ട് ഒരു ടീമിൽ മെമ്പേഴ്സിനെ ഗ്യാദർ ചെയ്യാണ്. അങ്ങനെ ഫസ്റ്റ് തന്നെ വക്കാണ്ടയിൽ നിന്ന് റിക്രൂട്ട് ചെയ്തിരിക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ബ്ലാക്ക് പാന്തറിനെയാണ്. അതായത് കിങ് ടിച്ചാലയല്ല, ആ ടൈമിൽ കിങ് ടിച്ചാലയുടെ അച്ഛൻ അതായത് കിങ് ടിച്ചാക്കേനെയാണ്. പിന്നെ റഷ്യന്ന് വന്നിരിക്കുന്നത് വേറെ ആര്, നമ്മുടെ വിന്റർ സോൾജറാണ്. അതായത് വിന്റർ സോൾജറിനെ റഷ്യൻസ് കൺട്രോളിൽ വെച്ചിട്ടുള്ള പോലെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു മെമ്പറും കൂടി വേണം, വേറെ ആര്, നമ്മുടെ ഹാങ് പിങ് തന്നെ, അതായത് നമ്മുടെ ഹോപ്പിൻ്റെ തന്തപ്പടി. അങ്ങനെ ഓഫ്കോഴ്സ് നമ്മുടെ ഹോവർഡ് സ്റ്റാർക്ക് ഹാങ് പിങ്ങിനെയും വിളിച്ചു വരുത്താണ്. അങ്ങനെ അണ്ണൻ മോളെയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. അങ്ങനെ അവിടെ വെച്ചാണ് ഗോലിയാത്തിനെ മീറ്റ് ചെയ്യുന്നത്. ഗോലിയാത്തിനെ ഇതിനു മുമ്പ് നിങ്ങൾ ആൻമാൻ ആൻഡ് ദ വാസ്പ് മറ്റേ അതിൻ്റെ പേര് ആൻമാൻ ആൻഡ് ദ വാസ്പ് കണ്ടിട്ടുണ്ടാവും. അതായത് ബിൽ ഫോസ്റ്റർ പുള്ളിയാണ് ഇവിടെ ഗോലിയാത്തായിട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ പിന്നെ നമ്മുടെ എല്ലാ മെമ്പേഴ്സൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ബക്കിയുടെ എൻട്രി കണ്ടിട്ട് പെഗ്ഗി തന്നെ ഒന്ന് ഞെട്ടും. കാരണം അത് ബക്കി ആണോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ തന്നെ ഇത് ബക്കി ആണോ എന്ന് ചോദിച്ചത് ഹോവർഡ് സ്റ്റാർക്ക് ഞാൻ ഒരുപാട് റൂമേഴ്സൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ അവൻ്റെ ഉള്ളിൽ ബാക്കി ഉണ്ടോ ഇല്ലയെന്ന് പോലും നമുക്കറിയില്ല. പക്ഷേ ഇപ്പോൾ അതൊന്നല്ല പ്രശ്നം, അത് ഈ ചെറുക്കനെ നേരിടണം എന്നിട്ട് മതി ബാക്കി എന്ന് പറയാണ്. അങ്ങനെ ഇവർ ടീമായിട്ട് നേരെ വിൻഡി ലോസിൻ്റെ അടുത്ത് വരികയാണ്. ഈ അമ്മച്ചിനെയും നിങ്ങൾ നേരത്തെ ക്യാപ്റ്റൻ മാർവലിൽ കണ്ടിട്ടുണ്ടാവും. അതിൽ ഇവർ ഒരു ലൈറ്റ് സ്പീഡ് എൻജിൻ നമ്മുടെ ടെസറാക്ട് വെച്ച് ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന പോലെ കാണിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇതിൽ അത് ഉണ്ടാക്കി കഴിഞ്ഞെന്ന് തോന്നുന്നു. അങ്ങനെ ഇവർ അത് വെച്ചിട്ട് ഒരു ജെറ്റ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവർ നേരെ അവിടുന്ന് സ്റ്റാർലോഡ് ഇപ്പോഴുള്ള സ്ഥലത്തേക്ക് പോവാണ്. അങ്ങനെ അവിടെ ഈ ചെറുക്ക് അവിടെയുള്ള എല്ലായിടത്തിനെയും അടിച്ചു പോന്നിട്ട് അവിടെയുള്ള പാർക്കിൽ കളിച്ചുകൊണ്ടിരിക്കുക പന്നി. അങ്ങനെ വിൻഡി ലോസൻ പീറ്റർ ക്വിൽ വന്ന ആ ഷിപ്പ് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബാക്കി എല്ലാവരും ചേർന്നിട്ട് ആ ചെക്കൻ അടക്കാൻ വേണ്ടി നോക്കുകയാണ്. അങ്ങനെ ആൻഡ്മാനും കിങ് ടിച്ചാക്കും കൂടി ചേർന്നിട്ട് ചെക്കനെ ഒരു ഗ്ലാസിൻ്റെ ഒരു ട്രാപ്പിൽ അടച്ചു വെക്കാൻ വേണ്ടി ശ്രമിച്ചു. ചെക്കൻ അത് പൊട്ടിച്ചെറിഞ്ഞ് കിങ് ടിച്ചാക്ക് തെറിച്ചു പോയി. അപ്പോൾ തന്നെ ഗോലിയാത്ത് ഒരു വലിയൊരു വാട്ടർ ടാങ്ക് ഇട്ടിട്ട് ഇവനെ പൊത്തി വെക്കാൻ ശ്രമിച്ചു. അതും ഈ ചെക്ക അടിച്ച് തെറിപ്പിച്ച്. അപ്പോൾ തന്നെ വിന്റർ സോൾജർ ആ ലൈറ്റ് സ്പീഡ് എഞ്ചിനുള്ള ജെറ്റുമായിട്ട് ഇവനെ ഷൂട്ട് ചെയ്യാൻ നിന്നതു. അപ്പോൾ തന്നെ വിൻഡി അതെങ്ങാനും നീ കാരണം തകർന്നു കഴിഞ്ഞാൽ ഈ മൊത്തം ലോകം തന്നെ നശിച്ചു പോകുമെന്ന് പറയാണ് പുള്ളിക്കാരത്തി. അപ്പോൾ തന്നെ ഈ ചെറുക്കനെ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, വേഗം ഇവിടുന്ന് രക്ഷപ്പെടുന്നതാണെന്നും നല്ലതെന്ന് മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് തന്നെ ആ ഷിപ്പിൽ കയറി അവിടുന്ന് അവർ എസ്കേപ്പ് ആവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ തന്നെ പെട്ടെന്നൊരു ഇടിമിന്നലോടുകൂടി ഒരാളവിടെ ലാൻഡ് ആവുകയാണ്.